തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ വിജയ് ഈ കളി 10-15 വർഷം മുന്നേ തുടങ്ങിയായിരുന്നു. നമ്മളത് കണ്ടില്ലെന്ന് മാത്രം. ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്ന 18-നും 21-നും ഇടയിലുള്ള വോട്ടേഴ്സിനിടയിൽ സർവേ നടത്തിയപ്പോൾ 70% ആൾക്കാരും സപ്പോർട്ട് ചെയ്തത് വിജയനെയാണ്. 40 വയസ്സിൽ താഴെയുള്ള 45% ആളുകൾ സപ്പോർട്ട് ചെയ്തത് വിജയനെയാണ്. അവിടെ തമിഴ്നാട്ടിൻ്റെ ഡെമോഗ്രഫി നോക്കിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഇവിടെ ഉണ്ട്. തമിഴ്നാട്ടിൽ 40 വയസ്സിൽ താഴെയുള്ളവരാണ് 40% വോട്ടേഴ്സ്. അപ്പം ഒരുപാട് വോട്ടുകൾ ഈ ചെറുപ്പക്കാർക്കിടയിൽ നിന്ന് തന്നെ അല്ല ഫസ്റ്റ് ടൈം വോട്ടേഴ്സിനിടയിൽ വിജയ്ക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല പല സ്ത്രീകൾ, കാരണം ഇദ്ദേഹത്തിന് സിനിമയിലുള്ളൊരു ഇമേജും ഒരു പൊതുവെ ക്ലീൻ ഇമേജ് മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നു. അവസാനമായിട്ട് ആ കുടുംബത്തിലുണ്ടായ ഇഷ്യൂ ഒഴിച്ചു കഴിഞ്ഞാൽ പൊതുവേ ഒരു നല്ല ഒരു ഇമേജാണ് അത്. വീട്ടമ്മമാർക്കിടയിൽ റൂറൽ ഏരിയസിലൊക്കെ അതും വർക്കൗട്ടായി. പിന്നെ ഈ വിജയ് മക്കൾ കേൾക്കും എന്ന് പറഞ്ഞ ഫാൻസ് ക്ലബ്ബ് ബൂത്തുകളായിട്ട് ഫംഗ്ഷൻ ചെയ്തു. അതിലായിരുന്നു പല അനലിസ്റ്റുകൾക്കും സർവേക്കാർക്കും സംശയം. കാരണം ഒരു ഫാൻ ക്ലബ്ബ് എങ്ങനെയാണ്? കാരണം ADMKയ്ക്കും DMKയ്ക്കും ഒക്കെ 50-60 വർഷമായിട്ട് നമ്മൾ കേട്ടിട്ടില്ലാത്ത റൂറൽ ഏരിയയിൽ പോലും അവരുടെ ശക്തമായ ബൂത്തുകളുണ്ട്, പാർട്ടി വർക്കേഴ്സ് ഉണ്ട്. ഈ ഫാൻ ക്ലബ്ബിലെ ആൾക്കാർക്ക് എന്തറിയാമെന്ന് നമ്മൾ ചിന്തിച്ചു. പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ വിജയ് ഈ കളി 10-15 വർഷം മുന്നേ തുടങ്ങിയായിരുന്നു. നമ്മളത് കണ്ടില്ലെന്ന് മാത്രം. അതായത് TV-ക്ക് ഒരു താൽക്കാലിക പ്രതിഭാസമല്ല. താൽക്കാലിക പ്രതിഭാസമല്ല, തീർച്ചയായിട്ടും അല്ല.